നമ്മുടെ ബിന്ദു എന്ന സഹോദരി മരണപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഈ 2025 ജൂലൈ മാസം 3 ഉണ്ടായ ഒരു അപകടത്തിൽ വെച്ചാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലും 57 വർഷം പഴക്കമുള്ള 3 നില ശുചിമുറി കെട്ടിടം തകർന്നു വീണാണ് ആ അപകടം ഉണ്ടായത്. പൊതുമരാമത്ത് വകുപ്പ് 12 വർഷങ്ങൾക്ക് മുൻപേ തന്നെ കെട്ടിടം സുരക്ഷിതമല്ലെന്നും അത് പൊളിച്ചു നീക്കണമെന്നുള്ളതായ മുന്നറിയിപ്പ് മുമ്പേ കൊടുത്തത്. പക്ഷേ ആ മുന്നറിയിപ്പൊന്നും ആരും ഗവനിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അപകടം നടന്ന് 2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ സുരക്ഷാ പ്രവർത്തനങ്ങൾ അഥവാ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരയാനായിട്ട് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. എന്താണ് അതിൻ്റെ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ സ്പോട്ടിൽ തന്നെ അഥവാ ആ അപകടമുണ്ടായ ആ സമയം തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ നിശ്ചയമായും നമുക്ക് ആ വീട്ടമ്മയെ ജീവനോടെ രക്ഷിക്കാമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഒരു JCB പോലും അങ്ങോട്ട് കടന്നു വരാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അവർ കെട്ടിടത്തിലെ നിർമ്മിതികളൊക്കെ ഉണ്ടായിരുന്നത്. ഈ പഴയ കെട്ടിടം പോകട്ടെ, എന്നാൽ ഈ പഴയ കെട്ടിടം ചുറ്റുമുള്ളതായ പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോഴും ചില നിയമവശങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും ഗവനിക്കാതെയാണ് ഈ കാര്യം ചെയ്തത്. അതുകൊണ്ട് സംഭവിച്ചു, JCB അപകട സ്ഥലത്തേക്ക് എത്തുന്നത് ആശുപത്രി കെട്ടിടത്തിന്റെ വരാന്തയിലൂടെ നീങ്ങിയിട്ട് അതിനുശേഷം അങ്ങോട്ട് കടന്നു പോകാൻ വേണ്ടി ഭിത്തികളെല്ലാം ഇടിച്ചു നിരത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് JCB ആ അപകട സ്ഥലത്ത് എത്തിച്ചേരുന്നത്. കേരളത്തിൽ വീടുകളോ ആശുപത്രികളോ അതുപോലെ സ്കൂൾ കെട്ടിടങ്ങളോ ഒക്കെ നിർമ്മിക്കുന്നതിന് നിയമങ്ങൾ നിലവിലുണ്ട്. ആശുപത്രി കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം, റോഡ് സംരക്ഷണ മാനദണ്ഡങ്ങൾ, ആംബുലൻസ്, അഗ്നിസേന വിഭാഗങ്ങൾ ഇവയ്ക്കെല്ലാം എത്തിച്ചേരാനുള്ളതായ റോഡുകളും വഴികളും ഉണ്ടാകണമെന്ന് നിർബന്ധമായിട്ടും ആശുപത്രി കെട്ടിട നിർമ്മാണ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. കേരളത്തിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ബിൽഡിംഗ് റൂളിൽ സകല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്, അനുമതി പത്രം അനുസരിച്ച് മാത്രമേ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാവൂ. ആശുപത്രികൾക്ക് വേണ്ടി 12 മീറ്റർ വരെ റോഡ് ഫ്രണ്ടേജ് ആവശ്യമാണ്. മാത്രമല്ല, ഇടയിൽ 2 കെട്ടിടങ്ങൾക്കിടയിൽ ചെറിയ കെട്ടിടങ്ങൾ ഉണ്ടാവാനായിട്ട് പാടില്ല. തീപിടുത്തമോ അപകടങ്ങളോ ഉണ്ടാകാതിരിക്കാനും ആംബുലൻസ്, ഫയർഫോഴ്സ് എത്തുന്നതിന് 3 മീറ്റർ മുതൽ 6 മീറ്റർ വരെയുള്ളതായ റോഡുകൾ വേണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, അതുപോലെ ജില്ലാ ആശുപത്രി തുടങ്ങിയതായ 134 ആശുപത്രികൾ ഇപ്പോഴും 225 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ് എന്ന് മെഡിക്കൽ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നോക്കണേ, വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നിർമ്മാണ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വകയാണെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: ആദിയിൽ ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു,